രാജു പി നായർ, വിദ്യാർത്ഥി സമരങ്ങൾ അക്രമാസക്തമാവുകയും അതിലൂടുകയും ചെയ്യുന്നത് കേരള സർവകലാശാല SFI സമരം മാത്രമൊന്നുമല്ല. പൊതുമുതൽ നശിപ്പിക്കലിന്റെ അല്ലെങ്കിൽ അക്രമാസക്ത സമരങ്ങളുടെ പാപം പറ്റാത്ത ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിലില്ല. അത് ചരിത്രകാലം മുതൽ തന്നെ നമുക്കതിന് വിമർശിക്കുകയും ചെയ്യാം. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് അത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമാവട്ടെ, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യത്തെ റദ്ദാക്കാവോ? അവർ മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യത്തെ റദ്ദാക്കാവോ? രാജു പി നായർ. ആഷ്മി, മുദ്രാവാക്യം തന്നെയാണ് പ്രശ്നം. അവിടെ നിൽക്കട്ടെ, ഞാനതിലേക്ക് വരാം. അങ്ങ് ഞാനൊരു പറയാനുള്ളൊരു ചർച്ചയിൽ നമ്മൾ കാര്യം പറയുമ്പോൾ കുറെ കൂടി വസ്തുതാപരമായ കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ പിടിക്കുകയാണ്. കാരണം വെച്ചാൽ അങ്ങ് പറഞ്ഞു ഈ നടപടികൾ മുഴുവൻ കോടതിയുടെ മുമ്പിൽ ചെന്നാൽ കോടതി അതെടുത്ത് ദൂരെ എറിയും, ഇല്ലേ? ആ രജിസ്ട്രാറെ റദ്ദാക്കിയ നടപടി. എൻ്റെ ചോദ്യം, അങ്ങനെ ഹൈക്കോടതിയിൽ പോയി ആ ഹൈക്കോടതിയെ അത് ബോധ്യപ്പെടുത്തി ചട്ടവിരുദ്ധമായിട്ടാണ് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തി കോടതിയും ആ തീരുമാനം റദ്ദാക്കിയിരുന്നെങ്കിൽ നാളെ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും സിൻഡിക്കേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൈസ് ചാൻസലറുടെ അപ്രമാദത്തോടെ നടത്താനുള്ള അട്ടിമറിയെ എന്നേക്കുമായി തീർക്കാൻ കഴിയുമായിരുന്നില്ലേ? എന്തിനാണ് അതിന് പകരം ചട്ടവിരുദ്ധമായിട്ട് അങ്ങ് ചോദിക്കുന്നു? ഈ വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയതിനു ശേഷം കൂടിയ യോഗം അങ്ങനെ പറ്റുമോ? വൈസ് ചാൻസലർ ചെയർ ചെയ്യുന്ന ആള് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ യോഗം തീർന്നു. രണ്ടാമത് സിൻഡിക്കേറ്റിന് ചേരാനുള്ള യോഗത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കഴിയുമോ? രണ്ടാമത് ചേരാനുള്ള മീറ്റിങ്ങിന് എവിടെ നോട്ടീസ്? അപ്പോൾ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കൂടി നിന്നിട്ടൊരു തീരുമാനം എടുത്തിട്ട് അത് നാളെ കോടതി അംഗീകരിക്കും അല്ലെങ്കിൽ ഇത് അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ അത് നടപടിക്രമമാണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതാണ് നേരത്തെ ശശികുമാർ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ AKG സെന്ററിൽ പോയിരുന്നു കൂടിയാൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ ചട്ടവിരുദ്ധമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ മുതൽ ചട്ടവിരുദ്ധമാ. അത് കോടതിയിൽ ചട്ടവിരുദ്ധമാണത്. ഡിസിപ്ലിനറി ആക്ഷനും അപ്പോയിന്റ്മെന്റ് അതോറിറ്റിയും 100% സിൻഡിക്കേറ്റ് ആണ്. ആഷ്മി, ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അത് ഹൈക്കോടതിയിൽ പോയാൽ പോരെ? അതിനല്ലേ രജിസ്ട്രാർ ഹൈക്കോടതിയിൽ പോയത്? രജിസ്ട്രാർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ആ വിഷയം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ വിധി പറയാൻ വെക്കുമ്പോൾ എന്തിനാണ് ഈ ചട്ടവിരുദ്ധത കാണിച്ചത്? എന്തിനാണ് ഈ നടപടിക്രമങ്ങൾ തെറ്റിച്ചത്? അപ്പൊ കോടതിയിൽ നിന്ന് വിധി ഉണ്ടായി അത് കഴിഞ്ഞാൽ ആ രജിസ്ട്രാറെ പുനർനിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്കും പ്രശ്നങ്ങൾക്കും സ്കോപ്പില്ല. ആ പ്രശ്നങ്ങളും ചർച്ചയും തീരരുത് എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്, CPM ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ രീതിയിൽ കോടതിയുടെ മുന്നിൽ ഒരു കാരണവശാലും നിലനിൽക്കാത്ത രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ കോടതിയിലൂടെ പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ കേരളത്തിലെ 13 സർവകലാശാലകളിലും പിന്നെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവില്ലേ? അതല്ല ഇവർക്ക് ആവശ്യം. പിന്നെ അങ്ങ് സമരത്തെ കുറിച്ച് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിന് മുമ്പിൽ ആ പ്രശ്നം നടന്നപ്പോൾ ഞങ്ങളുടെ KSUവിന്റെ കുട്ടികളും സമരം ചെയ്യണ്ടായി. SFIക്കാർക്ക് ഒരാൾക്ക് പോലും പോർലേറ്റില്ലല്ലോ. ആ KSUവിന്റെ കുട്ടികളല്ലേ ഇടിവള ഉപയോഗിച്ചുകൊണ്ട് യുവമോർച്ചക്കാരെ ആക്രമിച്ചത്, പോലീസും ആക്രമിച്ചത്. അപ്പോൾ ഇന്ന് അവിടെ അത്രയും വലിയ സമരം നടക്കുമ്പോൾ എങ്ങനെയാണ് പോലീസ് ഇത്രമാത്രം വലിയ സംയമനം പാലിക്കുന്നത്? അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, കോഴിക്കോട് സർവകലാശാലയിൽ ഇതേപോലൊരു നാടകം നടന്നു. അന്ന് SFIയുടെ സെക്രട്ടേറിയറ്റ് അന്ന് പോലീസിനോട് പറഞ്ഞത് RSSന്റെ കക്കൂസ് കഴുകുന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴുകിയാൽ മതി, ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. പിണറായി വിജയന്റെ പോലീസ് RSSന്റെ കക്കൂസ് കഴുകുക എന്നുള്ള ആർഷയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ അങ്ങനെ പോലീസിനെ തെറി വിളിച്ച ആർഷോയെ കുണുവാവ എന്ന് പറഞ്ഞൊരു ഉപയോഗം തന്നെ ഉണ്ടായത് ആ സമരത്തിന് ശേഷമല്ലേ? എങ്ങനെയാണ് ആർഷോയെ അവിടെ നിന്ന് കൊണ്ടുപോയെന്ന് കണ്ടല്ലോ. ആരായിരുന്നു ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള എടാ മോനെ ഒന്ന് വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെയാണല്ലോ കുണുവാവ എന്നുള്ളത് നമ്മൾ കുറെ വരുന്നത്. അപ്പൊ SFIയും പോലീസും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വിഷയം നടത്താൻ വേണ്ടി നടത്തുന്ന സമരങ്ങൾ നാടകമാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ KSU ആണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഈ സമരം നടന്നത്. പോലീസിന്റെ ബാരിക്കേഡ് ഭേദിച്ചാൽ പിന്നെ ആ KSUക്കാരെ ആശുപത്രി പോയി കണ്ടാ പോരെ? KSUവിനെ ആശുപത്രി പോയി കണ്ടാ പോരെ? യൂണിവേഴ്സിറ്റിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആ പോലീസ് എന്താ ചെയ്യുന്നത്? നമ്മൾ വിഷ്വലിൽ കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലോ, പോലീസ് അകമ്പടി സേവിക്കുകയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ. അപ്പൊ സമര നാടകങ്ങളാണ്. ഇവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതല്ല പ്രശ്നം. ഇവർക്ക് തരാതരം പോലെ ഇരട്ട മുഖത്തോടു കൂടി ഇവർക്ക് ഈ പ്രശ്നത്തെ വഷളാക്കി. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ കൊണ്ടിരുത്തും പിണറായി വിജയൻ. എന്നിട്ട് താഴത്തൂന്ന് മുഹമ്മദ് റിയാസ് പറയും, ദാ അല്പൻ കയറിയിരിക്കുന്നില്ലേ, അല്പൻ കയറിയിരിക്കുന്ന കണ്ടില്ലേ? എന്തിനാ? BJPയോട് സന്ധി ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ ചെയ്യുമ്പോൾ താഴത്ത് ജനങ്ങളെയും പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി താഴത്തൂന്ന്